ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ് ഇതിനെപ്പറ്റി ആളുകൾക്ക് വലിയ ധാരണയില്ല. പക്ഷേ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമുക്ക് ബോഡിയിൽ മസിൽ ഗ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല വെയിറ്റ് എടുത്ത് ജിമ്മിലൊക്കെ നല്ല ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസിൽ ബ്രേക്ക് ആവും. നമ്മുടെ മസിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് ബ്രേക്ക് ആവും. ആ ബ്രേക്ക് ആയി കഴിഞ്ഞ് ബ്രേക്ക് ആകുമ്പം അപ്പോൾ അവിടെ സാറ്റലൈറ്റ് സെൽസ് ക്രിയേറ്റ് ആവും. ആ സാറ്റലൈറ്റ് സെൽസ് ആണ് പിന്നീട് നമ്മളെ ഈ മസിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് റിക്കവറി ടൈമിൽ മസിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തല്ല, റിക്കവറി ടൈമിലാണ് നമുക്ക് മസിൽ ഗ്രോ ആകുന്നത്. അപ്പം പ്രോട്ടീൻ സിന്തസിസ് നടക്കും. പിന്നീട് ഈ പ്രോട്ടീനും പിന്നെ നമുക്ക് ഈ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഫോമും ഇവ എല്ലാം കൂടി സഹായിച്ചാണ് നമ്മൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ മസിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ് എന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഫ്രീക്വൻസിയിൽ മാക്സിമം റെപ്പറ്റീഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പം ചെറിയ വെയിറ്റ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് പറ്റാവുന്ന വെയിറ്റ് ആയിരിക്കും, അതിട്ട് മാക്സിമം റെപ്പ് അടിക്കും, വെച്ചാൽ മാക്സിമം നമ്പർ അടിക്കും. അങ്ങനെ കുറേ സെറ്റ്സ് അടിക്കും. ഇപ്പം ആഴ്ചയിൽ തന്നെ ഇപ്പോൾ ബൈസെപ്സിനാണെങ്കിൽ തന്നെ 2-3 തവണ ആഴ്ചയിൽ ബൈസെപ്സിന് തന്നെ ചെയ്യും. അതും ഭയങ്കര നമ്പർ ചെയ്യും, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ മസിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവും. ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആകുമ്പം ഈ മസിലിനെ റിക്കവർ ചെയ്യാൻ മയോന്യൂക്ലിയർ എന്ന സെല്ല് അവിടെ ഡെവലപ്പ് ആവും. അപ്പം ഈ സെൽസ് പിന്നെ നമ്മുടെ റിക്കവറി ടൈമിൽ ആണ് പിന്നെ നമ്മളെ മസിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സാറ്റലൈറ്റ് സെൽസിൻ്റെ കാര്യം പോലെ തന്നെയാണ് ഇത്. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് മസിൽ ടിഷ്യൂ പൊട്ടുന്ന പോലെയല്ല ഇവിടെ നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം മസിൽ ടിഷ്യൂസ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആകും. അത് മാത്രമല്ല നമ്മൾ നെക്സ്റ്റ് ഡേ റെസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ മസിൽസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതും ആഴ്ചയിൽ 2-3 തവണ വരെ നമ്മൾ മസിലിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര റിക്കവറിയും കൂടെ ആകുമ്പോൾ നമ്മുടെ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ മസിൽ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കൂടും. മസിൽ ഭയങ്കര പെട്ടെന്നായിട്ട് വളരും. ഇതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് നോക്കിയാൽ നമ്മൾ ഈ മയോന്യൂക്ലിയർ സെൽസ് നമ്മുടെ മസിൽസിൽ ഫോം ആകുമ്പോൾ നമ്മളത് മസിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കും. അത് സഹായിക്കാൻ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ മസിൽസ് ഇത്രയും ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഈ ഹൈ ഫ്രീക്വൻറ്റ് ട്രെയിനിങ് ആയിട്ട് അഡാപ്റ്റ് ആവും. അങ്ങനെയാണ് നമ്മൾക്ക് ഈ മയോന്യൂക്ലിയർ സെൽസ് ഫോമായി നമ്മുടെ റിക്കവറിയിൽ നമ്മളെ സഹായിക്കുന്നത് മസിൽ ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഹൈപ്പോട്രോഫി സംഭവിക്കാൻ. ഒരാൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അയാൾക്കുള്ള റിസൾട്ടൊക്കെ വരും, അയാളുടെ മസിലൊക്കെ ഭയങ്കര പെട്ടെന്നായിട്ട് ഗ്രോ ചെയ്യും. പക്ഷേ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? നിങ്ങളൊന്ന് ഓർത്തെ, ആർക്കാണ് ഇത്രയും ഹൈ വോളിയത്തിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ട് ട്രെയിൻ ചെയ്ത് ലോങ് ടൈമിൽ ഇത് കൊണ്ടുപോയി മസിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്? പറ്റത്തില്ല ആർക്കും. ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ഇഞ്ചറി വരും, നമ്മുടെ മസിലിന് നല്ല ഇഞ്ചറി വരും. അത് ലോങ് ടൈം ഇഞ്ചറി തന്നെ ആയിരിക്കും. കാരണം ഇത്രയും ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മസിലിന് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ സ്റ്റെറോയിഡോ അങ്ങനെ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പറ്റിയെന്നിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന സാധാരണക്കാരെ പറ്റിയാണ്, സ്റ്റെറോയിഡൊന്നും എടുക്കാത്ത നാച്ചുറൽ ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ജെനറ്റിക്സ് ആയിരിക്കണം. നല്ല ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്നിരിക്കും ഈ ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ്. പിന്നെ ഈവൻ നിങ്ങൾക്ക് നന്നായിട്ട് റിക്കവറൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ചില ആളുകൾക്ക് ചിലപ്പം ഇങ്ങനെ നമ്മൾ ഓവർ ട്രെയിൻ ചെയ്ത് മസിൽ അപ്പോൾ റിക്കവർ ആവണമെന്നില്ല. അപ്പം അങ്ങനെ സംഭവിക്കുമ്പം ഇവർക്ക് ഉള്ള മസിലും കൂടി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം മസിൽ ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ട്രൈസെപ്സ് എന്ന മസിൽസ് എടുത്താൽ ഇത് നമ്മൾ എല്ലാ ആഴ്ചയിലും 3 തവണയെങ്കിലും 4 തവണയെങ്കിലും ചെയ്യുവാണ്. അതും നല്ല ഫ്രീക്വൻസിയിൽ നല്ല വോളിയത്തിലും. അപ്പോൾ ഇതിന് റിക്കവർ ആകാൻ ഒട്ടും സമയമില്ല. നമ്മളിപ്പം നമ്മുടെ സ്ലീപ്പും എല്ലാം കറക്റ്റാണെങ്കിൽ പോലും ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ചിലപ്പോൾ മസിൽ ഗ്രോ ചെയ്യണമെന്നില്ല. അത് നമ്മുടെ ടിഷ്യൂവിനെ ഭയങ്കര ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം 2018 സ്റ്റഡി ഉണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് പറയുന്നത് വെച്ചാൽ ഈ മയോന്യൂക്ലിയർ സെൽസ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ് മനുഷ്യരിൽ ഭയങ്കരമായിട്ട് വർക്ക് ആവത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ ഇത് അത്ര നമുക്ക് നല്ലൊരു കാര്യമല്ല ഈ ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ്. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട, ഇപ്പോൾ മസിൽ ഗ്രോത്ത് ആണെങ്കിൽ ഹൈപ്പർട്രോഫി ട്രെയിനിങ് ഫോളോ ചെയ്യണം. ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിനെ പറ്റി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങും ഈ ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിൽ ഇത്രയും വോളിയം അല്ലെങ്കിൽ ഇത്രയും ഫ്രീക്വൻസി വരുന്നില്ല. പക്ഷേ ഈ ന്യൂക്ലിയർ ഓവർലോഡ് ട്രെയിനിങ്ങിൽ ഭയങ്കര വോളിയത്തിലും ഭയങ്കര ഫ്രീക്വൻസിയിലാണ് ചെയ്യുന്നത്. അത്രയുള്ള ഡിഫറൻസ്. പക്ഷേ ഇത് നമുക്ക് ഡേഞ്ചറാണ്. പക്ഷേ ഹൈപ്പർട്രോഫി ട്രെയിനിങ്ങിലൂടെ നമുക്ക് റിയലായിട്ട് മസിൽ ഗ്രോ ചെയ്യും. അപ്പം അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.